വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. പലപ്പോഴും നമ്മൾ പല വീഡിയോസിലും സെൽഫ് അഫോർമേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഞാൻ തന്നെ പല വീഡിയോസിലും പോസിറ്റീവ് അഫോർമേഷൻസ് പറയേണ്ടതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡെയിലി നമ്മൾ അഫോർമേഷൻ പറയുന്നതിലൂടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി നമ്മൾ പോസിറ്റീവ് സെൽഫ് അഫോർമേഷൻ പറയേണ്ടത് എങ്ങനെയാണ്, സെൽഫ് അഫോർമേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അഫോർമേഷൻ വർക്ക് ആവുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. അതായത് ഞാൻ ഹാപ്പിയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് കഴിയും, ഞാൻ ഹെൽത്തിയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോസിറ്റീവ് സെൻറ്റൻസസ്. നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറാനും, അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും സെൽഫ് ഡൗട്ട് മാറ്റാനും എല്ലാം ഡെയിലി അഫോർമേഷൻസ് പറയുന്നത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു അഫോർമേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം. പക്ഷേ രാവിലെ എഴുന്നേറ്റ ഉടനെ, അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്നത്തെ എൻ്റെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും, ഇന്ന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്, ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് കഴിയും. കാരണം ഈ ഒരു എഴുന്നേറ്റ് വരുന്ന ഉടനെ, അതുപോലെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞുള്ള ആ ഒരു സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിനോട് എന്ത് പറയുന്നോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി അതവിടെ റെക്കോർഡാവും. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ, തീർച്ചയായിട്ടും നിനക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു കാര്യം നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമിന് കയറുന്നതിന് മുമ്പ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അഫോർമേഷൻസ് പറയാം. അതായത് ഇവിടെ എനിക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ പറയുക. അതുപോലെ എനിക്ക് നന്നായിട്ട് ഈ എക്സാം എഴുതാൻ കഴിയും, എനിക്കെല്ലാം ഓർമ്മ കിട്ടും, ഇങ്ങനെയൊക്കെ നിങ്ങളൊരു 2-3 തവണ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഫോർമേഷൻസ് ഡെയിലി യൂസ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രിയിൽ കിടക്കുന്ന സമയത്തും പ്രത്യേകം നിങ്ങളിതൊരു 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുക. അതുപോലെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ടാസ്കിൽ കയറുന്നതിന് മുമ്പും നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അഫോർമേഷൻസ് പറയാം. പിന്നെ ഈ ഒരു അഫോർമേഷൻസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു അഫോർമേഷൻസ് പറയുമ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ളൊരു വാക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം നെഗറ്റീവായിട്ടുള്ള വേർഡ്സിന് പോസിറ്റീവായിട്ടുള്ള വേർഡ്സിനെക്കാട്ടിലും പവറുണ്ട്, അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കിടക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ രോഗമെല്ലാം മാറി ഞാൻ സുഖമാകും, ഇങ്ങനെ ഒരാൾ പറയാമെന്ന് വെച്ചോ. അങ്ങനെ പറയുമ്പോൾ ആ രോഗം എന്ന ആ ഒരു വേർഡിന് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും. അതായത് അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. പകരം ഞാൻ കൂടുതൽ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് വേർഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള അഫോർമേഷനായിട്ട് മാറും. എൻ്റെ കടങ്ങളെല്ലാം മാറും എന്ന് പറയുന്നതിന് പകരം ഞാൻ കൂടുതൽ വെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് നിങ്ങളുടെ അഫോർമേഷൻസിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ അഫോർമേഷൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് കഴിയും. കാരണം നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുകയാണ്. അപ്പം നമ്മുടെ മൈൻഡിന് ഫീൽ ചെയ്യും, ഓക്കെ എനിക്കവിടെ എത്തിച്ചേരാൻ കഴിയും. നമ്മുടെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിനോട് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പോസിറ്റീവ് കാഴ്ചപ്പാടുള്ള വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.